അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അന്നേരം സുഭാഷ് ആണെങ്കിൽ ഭക്ഷണം കൊണ്ടുവരിക, അതിൻ്റെ മുകളിൽ ഒരു ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ സുധീഷ് ചോദിക്കും, എന്താ സുഭാഷ് ചേട്ടാ ഇന്ന് ബിരിയാണിയാണോന്ന്? ബിരിയാണിയൊന്നുമല്ല, മോള് പറഞ്ഞു ഇന്ന് ഭക്ഷണം പലഹാരാക്കാന്ന്. അയ്യേ എന്ന് പറയാം കേട്ടോ. അന്നേരം നികേഷ് പറയും, ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അത്രയല്ലേ ഉള്ളൂ, മാവ് കൊണ്ട് ഒരു കളി തന്നെ അല്ലേ സുഭാഷ് ചേട്ടാ എന്ന് പറയുമ്പം ഒന്ന് പോടാ വിടുന്നതെന്ന് അറിയും. എന്നിട്ട് അത് താഴെ വെച്ചിട്ട് പറയും, എന്നെ ഉപ്പുമാവാന്ന്. അയ്യേ എന്താ സുഭാഷ് ചേട്ടാ ഇത് എന്ന് ചോദിക്കട്ടോ നികേഷ്. അന്നേരം നിധി പറയും, ഞാനേ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അടിപൊളിയാ നികേഷ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ സുഭാഷ് ഹരീഷിന്റെ അടുത്ത് ചോദിക്കും, എങ്ങനെ ഉണ്ടാന്ന്? സുഭാഷ് ചേട്ടാ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നികേഷും എടുത്ത് കഴിക്കാൻ കേട്ടോ. ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഭക്ഷണം വിളമ്പി കഴിക്കാൻ വേണ്ടി പോകുന്ന നേരത്ത് നമ്മുടെ സുനന്ദ സുഭാഷിന്റെ ഫോണിലോട്ട് വിളിക്കേ. അവളെന്തിനാ ഈ നേരത്തൊക്കെ വിളിക്കുന്നേ എന്നങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ സുഭാഷ് അടുക്കളയിൽ നിന്ന് വരുമായിരിക്കും. അവൾ ഇന്നാളൊരു ദിവസം വിളിച്ചിരുന്നു എന്ന് പറയും. അന്ന് ഞാൻ എടുക്കാൻ പോയില്ല. അപ്പോൾ സുധീഷ് ചോദിക്കും, എടുത്തില്ല എന്നൊക്കെ ഞങ്ങളോട് വെറുതെ പറഞ്ഞിട്ട് രണ്ടുപേരും രഹസ്യമായിട്ട് സംസാരിച്ചു വന്നു, ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ എന്തിനാ സുധീഷ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയും, എല്ലാം അവസാനിപ്പിച്ച് കെട്ടിപ്പോയതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴേക്കും സുനന്ദയുടെ ഫോൺ അങ്ങ് കട്ടാവട്ടോ. അന്നേരം നികേഷ് സുഭാഷിനോട് പറയും, സുഭാഷ് ഏട്ടന് പറഞ്ഞോട്ടെ അവളോട് ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും ഹരീഷ് ചോദിക്കും, ഇനിയും സുഭാഷ് ഏട്ടനെ അവൾ വിളിച്ചോണ്ടിരുന്ന അത് വീട്ടിൽ പ്രശ്നമില്ലേ, സുഭാഷ് ഏട്ടനല്ലേ അരുത് എന്ന് പറയണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും നിധിക്ക് ദേഷ്യം പിടിക്കേ. നിധി ചോദിക്കും, നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നമെന്ന്? നിങ്ങളുടെ അമ്മായിയുടെ മകളല്ല അവളെ ഇടയ്ക്ക് വിളിച്ചെന്ന് കരുതി എന്താ നിങ്ങൾക്കൊക്കെ പ്രശ്നം? എന്നിട്ട് നികേഷിനോട് ചോദിക്കും, ഇവരുടെയൊക്കെ കാര്യം പോട്ടെ, നിനക്കെന്ത് പ്രശ്നം? നീ കോളേജ് പഠിക്കുന്ന കുട്ടിയല്ലേ, അമ്മാവന്മാരൊക്കെ പറയുന്നത് കേൾക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മാവനോ എന്ന് ചോദിക്കാട്ടോ നമ്മുടെ സുധീഷ്. ആ കുട്ടി ഇനിയും വിളിച്ചത് പഴയ ബന്ധം പുതുക്കാനായിരിക്കുമെന്ന് കരുതുന്നത് അത് തനി അമ്മാവന്മാരുടെ ലക്ഷണം തന്നെയാ. വെറൈറ്റി അങ്കിൾസ് തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, നീ ആയിരിക്കും വെറൈറ്റി അങ്കിൾ എന്ന് ഹരീഷിന്റെ അടുത്ത് പറയാട്ടോ. അപ്പോഴേക്കും പിന്നെയും നമ്മുടെ സുനന്ദ വീഡിയോ കോളിൽ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ നിധി നിർബന്ധിച്ച് സുഭാഷിനെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ സുനന്ദയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. സുഖല്ലേ സുഭാഷ് ഏട്ടാ, എല്ലാരും ഉണ്ടോ അവിടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിധിയെയും എല്ലാരെയും കാണിക്കുന്നു. ഇവിടെ സുഖല്ലേ എന്ന് ചോദിക്കും. എന്നാളൊരു ദിവസം വിളിച്ചിരുന്നു, അന്ന് അശ്വിനും ഉണ്ടായിരുന്നു കൂടെ. എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, അശ്വിൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അവിടേക്ക് പോവാന്ന് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കാഷ്വലായിട്ട് സംസാരിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ വിളിക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ഈ ബുദ്ധിയൊക്കെ വരുന്ന ഈ പേട്ട് തലയിൽ നിന്നാന്ന് പറയട്ടോ സുധീഷിനെ കാട്ടെ. അപ്പൊ എല്ലാരും കൂടി ചിരിക്കുന്ന നേരത്ത് പേട്ട് തലയോ എനിക്കോ എന്ന് ചോദിക്കും. അതെ, അല്ലാതെ പിന്നെ ഇങ്ങനെ ഓരോ ബുദ്ധി ഇവർക്ക് പറഞ്ഞു കൊടുക്കണോ, അവിടെ തന്നെ വെച്ചിരുന്നാ പോരെന്ന് ചോദിക്കട്ടോ. അതിനുശേഷം നമ്മുടെ ഭാസ്കരൻ വരുന്നുണ്ട്. ഭാസ്കരന് ഉപ്പുമാവ് നിധി തന്നെയാണ് കേട്ടോ കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന നേരത്തെ നമ്മുടെ ഭാസ്കരൻ ചിന്തിക്കുന്നതേ നികേഷിന്റെ അമ്മയെ കുറിച്ച്, ഇവളെന്തെങ്കിലും സംസാരിക്കാനാണ് അടുത്ത് കൂടിയിരിക്കുന്നതെന്നാ. ഇവിടെ നിന്ന് മാറിയിരിക്കാതായിരിക്കും നന്നാവാന്ന് പറഞ്ഞിട്ട് ആ ചാരുകസേലയിൽ പോയിരിക്കട്ടോ. അന്നേരം നമ്മുടെ സുധീഷ് നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയും, ഓ ഇവനും കൂടി ചേർന്നിട്ടാണോ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിയിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷ് നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അദ്ദേഹം മാറിയിരിക്കുന്നേ, എന്താണെന്നറിയത്തില്ല എന്ന് പറയും. അപ്പോൾ സുധീഷ് പതുക്കെ ചോദിക്കും, അല്ല നിധി ഇന്ന് പോയ വിവരം എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഴക്ക് കേട്ടതൊക്കെ. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധീഷിന് തീരെ പറ്റണില്ല കേട്ടോ. നിധിയെ അയാൾ വഴക്ക് പറയേ, അങ്ങനെയാണോ വേണ്ടത്, ആദ്യമായിട്ട് പോകുന്ന കുട്ടിക്ക് പറഞ്ഞു തരല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നിധി പറയും, ഇല്ല അന്നേരം വഴക്ക് പറഞ്ഞെന്ന് വെച്ച് പിന്നെ അദ്ദേഹം കാഷ്വലായിട്ട് എന്നോട് സംസാരിച്ചിരുന്നു, എനിക്കത് പ്രശ്നമില്ല, അതിന് പകരം നമ്മൾ നന്നാക്കാനല്ലേ നോക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അതും പറഞ്ഞ നിധി അങ്ങ് അകത്തേക്ക് പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയും, എൻ്റെ പെണ്ണിനെ ചീത്ത പറയാൻ ആരാന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നതായിരുന്നു ഇന്നത്തെ അവസാനത്തെ ഭാഗം കേട്ടോ.